ആരാധനയും ആത്മീയതയും തിരിച്ചറിവിലൂടെയുള്ള പരിവർത്തനം. ആരാധനയും ആത്മീയതയും. ഒരു വിശകലനം. 1. വിശപ്പും ഭക്ഷണവും. ഭക്ഷണം മുന്നിലിരുന്നാലും അത് കഴിക്കണമെന്ന തോന്നലോ വിശപ്പോ ഇല്ലാത്ത ഒരാൾക്ക് ഭക്ഷണത്തിന്റെ രുചിയോ ഗുണമോ ആസ്വദിക്കാൻ കഴിയില്ല. വിശക്കുന്നവന് മാത്രമേ അന്നത്തിന്റെ വില അറിയൂ. അതുപോലെ ജീവിതത്തിന്റെ പൊരുളറിയാനും ആത്മീയമായ സമാധാനം കണ്ടെത്താനും ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ആരാധനയുടെ മഹത്വം മനസ്സിലാകൂ. സമാധാനമായി ഇരിക്കുന്ന ഒരാൾക്ക് ആരാധനാലയങ്ങൾ വെറും കെട്ടിടങ്ങളായി തോന്നാം. എന്നാൽ ഹൃദയം തകർന്നു നിൽക്കുന്നവന് അത് അഭയസ്ഥാനമാണ്. 2. സ്വർണത്തിന്റെ പരിശുദ്ധി. അശുദ്ധിയുള്ള സ്വർണത്തെ ശുദ്ധീകരിക്കണമെങ്കിൽ അത് തീയിലിട്ട് ഉരുക്കണം. ആ ചൂട് സ്വർണത്തിന് ഗുണകരമാണ്. അതുപോലെ ജീവിതത്തിലെ ദുഃഖങ്ങളും പ്രതിസന്ധികളും ഒരു മനുഷ്യനെ പാകപ്പെടുത്താനുള്ള വഴികളാണ്. ഈ സമയത്ത് ആചാര്യന്മാർ നിർദ്ദേശിക്കുന്ന വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ, ആരാധനകൾ അനുഷ്ഠിക്കുമ്പോൾ ആ സ്വർണമെന്ന പോലെ മനുഷ്യനും കൂടുതൽ തെളിച്ചമുള്ളവനായി മാറുന്നു. 3. കൃഷിയും വളവും. വിത്ത് പാകാത്ത മണ്ണിൽ എത്ര വളമിട്ടിട്ടും കാര്യമില്ല. ആദ്യം മണ്ണ് ഒരുക്കണം, വിത്ത് പാകണം, അതിനുശേഷം കൃത്യമായ പരിചരണം നൽകണം. എങ്കിൽ മാത്രമേ വിളവ് ലഭിക്കൂ. ഇതുപോലെ മനസ്സാകുന്ന മണ്ണിൽ ഭക്തിയാകുന്ന വിത്ത് പാകുകയും ആരാധനയാകുന്ന പരിചരണം നൽകുകയും ചെയ്യുമ്പോഴാണ് ആനന്ദം എന്ന വിളവ് കൊയ്യാൻ സാധിക്കുന്നത്. ഉപസംഹാരം. മനസ്സിന്റെ മരവിപ്പ് കൊണ്ടോ അജ്ഞത കൊണ്ടോ ദുഃഖത്തിന്റെ യഥാർത്ഥ കാരണം തിരിച്ചറിയാത്തവർ ആരാധനാപദ്ധതികളെ പരിഹസിച്ചേക്കാം. ആരോഗ്യവാനായിരിക്കുന്ന ഒരാൾക്ക് മരുന്നിന്റെ വില മനസ്സിലാകാത്തതുപോലെ ആത്മീയമായ ഉണർവ് ലഭിക്കാത്തവർക്ക് ആരാധനയുടെ മാഹാത്മ്യം ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നാൽ ജീവിതാനുഭവങ്ങൾ ഒരാളെ തളർത്തുമ്പോൾ അവർ അറിയാതെ തന്നെ ഈ അഭയസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരും. ഇന്നല്ലെങ്കിൽ നാളെ ജീവിതയാഥാർത്ഥ്യങ്ങളിലൂടെ ഈ സത്യം ഓരോരുത്തരും തിരിച്ചറിയുക തന്നെ ചെയ്യും.